ഹലോ, ഫ്ലേവർ വൈപ്പിൻ്റെ അടുത്ത എപ്പിസോഡൊന്ന് കണ്ടാലോ? ഇന്നൊരു കുഞ്ഞു യാത്രയായിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. ഇതുവരെയും ഷോർട്സ് ആയിട്ടിരുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ തരണേ. അപ്പോൾ ഞാനിന്ന് പോകുന്നതേ അബുദാബിയിലുള്ള യാസ് മാളിൻ്റെ അടുത്തുള്ള ഐക്യയിലോട്ടാട്ടോ. ഫെറാരി വേൾഡും വാട്ടർ വേൾഡും ഒക്കെ വണ്ടിയിലിരുന്ന് കണ്ട് ആസ്വദിച്ച് ഞാനങ്ങനെ ഐക്യയിലേക്ക് ഒരു കുഞ്ഞു യാത്ര നടത്തി. പർച്ചേസിങ് ഇഷ്ടപ്പെടാത്തവരായിട്ടും പർച്ചേസിങ്ങിന് പോകാത്തവരായിട്ടും ആരുമില്ലല്ലോ. കുഞ്ഞു യാത്രകളും ഇതുപോലെ ഓരോ ഷോപ്പിംഗ് സെൻറ്ററുകളിൽ കയറി ഓരോരോ പുതിയ പുതിയ സാധനങ്ങളൊക്കെ പരിചയപ്പെട്ട് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വാങ്ങിച്ചില്ലെങ്കിലും ഒന്ന് തിരിച്ചും മറിച്ചും നോക്കി ആസ്വദിച്ച് നടക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അതിനെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റിൽ വരണം കേട്ടോ, കമൻറ്റ് ഇടണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പോകാൻ. ഭയങ്കര സ്ട്രെസ് റിലീഫാണ് എനിക്ക്. വീട്ടിലൊക്കെ ഇരുന്ന് മടുത്ത് ബോറടിച്ചിരിക്കുമ്പോൾ വല്ലപ്പോഴും ഇങ്ങനൊരു യാത്ര പോയി ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും കുറേ സാധനങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് വാങ്ങിക്കാതിരിക്കത്തില്ല കേട്ടോ. ഒരു സാധനം എടുത്താൽ മതി, 2 സാധനം എടുത്താൽ മതി എന്ന് പറഞ്ഞാലും ഒരു 3-4 സാധനം കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങത്തുള്ളേ. അതെപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടാവേ. ഇത് നമുക്ക് ടിഫിൻ ബോക്സിൻ്റെ കൂടെയൊക്കെ കറികളൊക്കെ കൊടുത്ത് വിടാൻ പറ്റുന്ന കുഞ്ഞു ഗ്ലാസിൻ്റെ കണ്ടെയ്നർ ബോക്സാണ്, ഓവനിലൊക്കെ വയ്ക്കാൻ പറ്റുന്നത്. ഇത് സെറാമിക്കിൻ്റെ 4 പ്ലേറ്റിൻ്റെ സെറ്റാണ്. 17 ദിർഹം അതിൻ്റെ വില വരുന്നത്. നല്ല ഭംഗിയുള്ള സെറ്റാട്ടോ. ഇത് മൊബൈൽ സ്റ്റാൻഡാണ്, മൊബൈൽ ഹോൾഡർ തിരിച്ചും മറിച്ചും വയ്ക്കാൻ പറ്റും. കിച്ചണിലൊക്കെ നിൽക്കുമ്പോഴേ ഈ മൊബൈലിനകത്ത് വീഡിയോയൊക്കെ ഇട്ട് ഇങ്ങനെ കേട്ടുകൊണ്ട് നിന്നാണ് ഞാൻ പണി ചെയ്യുന്നത്. ഒറ്റയ്ക്കായി പോയി എന്നുള്ളൊരു മൂഡ് വരത്തില്ലല്ലോ. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കേട്ടോണ്ട് ഒന്നില്ലെങ്കിൽ പാട്ടോ വീഡിയോസൊക്കെ കേട്ടോണ്ട് ഇതേപോലത്തെ സ്റ്റാൻഡുകൾ നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റാൻഡുകളാട്ടോ, നല്ല അടിപൊളി സ്റ്റാൻഡുകളാണ്. ഇത് കുഞ്ഞു മക്കൾക്ക് സ്നാക്സൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന പ്ലേറ്റാണ്. 6 പ്ലേറ്റിൻ്റെ സെറ്റാണ് വരുന്നത്. ഇതിന് തന്നെ കട്ട്ലറി വരുന്നുണ്ട്, ചെറിയ ബൗൾ വരുന്നുണ്ട്, ഗ്ലാസ് വരുന്നുണ്ട്. എല്ലാം 6 പീസിൻ്റെ സെറ്റാണ്. 7 ദിർഹം 8 ദിർഹം റേഞ്ചിലായത് വരുന്നത് കേട്ടോ. അടിപൊളിയാണ്. ഇതാണെങ്കിൽ കബോർഡുകൾ, ഡ്രോയേഴ്സൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഡോറുകൾ കുഞ്ഞുമക്കൾ വേഗം വേഗം തുറക്കത്തില്ലേ, അത് ലോക്കാക്കി വെക്കാനുള്ളതാണ്. ഇത് ഷൂവിൻ്റെ ഷേപ്പ് പോകാതിരിക്കാൻ വേണ്ടി വെക്കുന്ന സാധനം. ഇതൊരു വാക്വം ഫ്ലാസ്കാണേ. നല്ലൊരു ഫ്ലാസ്കാണ് കേട്ടോ. ഇത് നല്ല ക്വാണ്ടിറ്റി കൊള്ളുന്ന. ഇതിന് ഇച്ചിരി വിലയുണ്ട് കേട്ടോ. ഒരു 25 ദിർഹം വില വരുന്നുണ്ട്. പക്ഷേ നല്ല അടിപൊളി ഫ്ലാസ്കാണ്. ഇത് തുണികളിലെ ലിൻറ്റ് റിമൂവ് ചെയ്യുന്ന ഈ കുഞ്ഞു കുഞ്ഞു പൂട പോലെ പൊങ്ങി വരത്തില്ലേ, അത് റിമൂവ് ചെയ്യാനുള്ള സാധനം കേട്ടോ. ഇതിനും വലിയ വിലയൊന്നുമില്ലേ. 2 ദിർഹം 3 ദിർഹത്തിനകത്തൊക്കെ ഉള്ളൂ. ഇത് ഷോളുകൾ, മഫ്തയൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിടുന്ന, കബോർഡിനകത്ത് ഹോൾഡ് ചെയ്തിടുന്ന ഹാങ്ങറാണേ. ഇതൊരു വേസാണ്, ഫ്ലവർ വേസായിട്ട് യൂസ് ചെയ്യാം. അടിപൊളി വേസ. 15 ദിർഹമാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഇതൊരു കട്ട്ലറി ആണ്. നമ്മുടെ ചട്ടുകവും സ്പൂണും ഒക്കെ കൂടെ വരുന്ന ആ ഒരു 3 പീസിൻ്റെ സെറ്റാട്ടോ. അത് ഞാൻ വാങ്ങിച്ചിരുന്നു, അടിപൊളിയാണ്. ഇത് 3 പീസിൻ്റെ കണ്ടെയ്നർ ബോക്സ്. നമുക്ക് ഫ്രിഡ്ജിനകത്തെ ഓരോ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടി നല്ലതാണ്. ഇതിൻ്റെ യെല്ലോ ആയിരുന്നു പണ്ട് കിട്ടിയിരുന്നത്, ഇപ്പോൾ ബ്ലൂവാണ്. ഇതും അതേപോലെ കണ്ടെയ്നർ ബോക്സാണ്. പല സൈസിൽ വരുന്ന 6 പീസിൻ്റെ സെറ്റാട്ടോ. ഇത് കോഫി മഗ്, കോഫിയോ ടീയോ ഒക്കെ കുടിക്കാൻ പറ്റുന്ന അടിപൊളി മഗ്ഗാട്ടോ. ഇതിനധികം വിലയൊന്നുമില്ല, 3 ദിർഹമാണ് വരുന്നത്. നല്ല കളറുമാണ്, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാട്ടോ ഐക്യയിലെ പ്രോഡക്റ്റ്സൊക്കെ. പിന്നെ ഇത് ഫ്ലവേഴ്സിൻ്റെയും ഡെക്കറേഷൻ ഐറ്റംസിൻ്റെയും ചെടികളുടെയും ഒക്കെ സെക്ഷനാണ്. ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആൻഡ് പോട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതേപോലെ ഒറിജിനൽ ചെടികളും ഉണ്ട്, ലൈവായിട്ടുള്ള ചെടികളും ഉണ്ട്. വീട് ഡെക്കറേറ്റ് ചെയ്യാൻ, ഫ്ലാറ്റ് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി സാധനങ്ങളാട്ടോ ഇവിടെ ഉള്ളത്. എനിക്കിവിടെ വന്ന് ഭയങ്കര ഇഷ്ടമായി ഇതൊക്കെ ഇങ്ങനെ കണ്ട് തൊട്ട് തലോടി ആസ്വദിച്ച് പോകാൻ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള, അത്യാവശ്യം വിലയും ഉണ്ട്, എന്നാൽ നമ്മുടെ റേഞ്ചിന് ഒതുങ്ങുന്ന സാധനങ്ങളും ഉണ്ട്. അത് നമ്മളൊന്ന് സമയമെടുത്ത് നോക്കി സെലക്ട് ചെയ്താൽ മതി കേട്ടോ. ഭയങ്കരമായിട്ട് മൈൻഡ് ഫ്രീ ആവുന്ന ഒരു ഇടപാടായത്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ഇങ്ങനെ പോയി കാണാനും ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ. പിന്നെ ഇത് ക്യാൻഡിലാണേ, സെൻറ്റഡ് ക്യാൻഡിലാണേ, നല്ല മണം വരുന്ന ക്യാൻഡിൽ. ഞാനും വാങ്ങിച്ചായിരുന്നു ഒരു 3 എണ്ണം, പല ഫ്ലേവറിലായിട്ടുള്ളത്. 3 ദിർഹമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ പ്ലാന്റുകളാണ്. ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾ, ക്യാൻഡിൽസ്, ഫോട്ടോ ഫ്രെയിംസ്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ. ഒരു വീടിന് വേണ്ട സകലമാന സാധനങ്ങളും ഈ ഐക്യയിലുണ്ട് കേട്ടോ. മാത്രമല്ല ഒരു ഓഫീസ് സെറ്റ് ചെയ്യാനാണെങ്കിലും ഒരു വീട്ടിൽ എങ്ങനെ ഫർണിച്ചർ എവിടെയൊക്കെ സെറ്റ് ചെയ്യണമെന്നുള്ള ഐഡിയാസ് വരെ ഇവർ കാണിച്ചു തരുന്നുണ്ട്.
അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ഇനി ഇതിൽ നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് അനുസരിച്ച് ഞാൻ ഇടാം കേട്ടോ. ഇതൊരു ക്ലോക്കാണ്, വളരെ റേറ്റ് കുറവുള്ളൊരു ക്ലോക്കാണ്. ഞാനും വാങ്ങിച്ചായിരുന്നു അതിൻ്റെ ഒരെണ്ണം. അങ്ങനെ ഐക്യയിലെ ടൂറ് ഇങ്ങനെ കിച്ചൻ്റെ സാധനങ്ങളെടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് സമയം എടുക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് ഊരി പോരാൻ വേണ്ടിയിട്ട്. എൻ്റെ മോൻ പിടിച്ച് വലിച്ചോണ്ടാണ് പോകുന്നത്. മതി അമ്മ ഇങ്ങ് പോരെന്ന് പറയും. ഇത് കട്ടിംഗ് ബോർഡുകളാണ്, പല ഷേപ്പിലുള്ള കട്ടിംഗ് ബോർഡുകളുണ്ട്. അത്യാവശ്യം റേറ്റ് ഉണ്ട് എല്ലാത്തിനും, എന്നാലും നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. ഇത് വുഡൻ ബൗൾസാണ്. ഇതിൻ്റെ കുറച്ച് ഹാക്ക് ഞാൻ കാണാറുണ്ട് കേട്ടോ യൂട്യൂബിൽ. ഐക്യയുടെ പ്രോഡക്റ്റ്സ് വെച്ചിട്ടുള്ള ഹാക്ക്. ഇത് നമുക്ക് ബൗളായിട്ട് മാത്രമല്ല, മൈൻഡിൽ ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒരുപാട് രീതിയിൽ വെറൈറ്റി ഐറ്റംസ്, ഷോ പീസുകളൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ പല സൈസിലുള്ള ബൗൾസ് ഉണ്ട്. ഈ റെക്കോർഡിംഗ് പരിപാടി വലിയ വശമില്ലാത്തതുകൊണ്ട് ഒരുപാട് അപാകതകളുണ്ട് കേട്ടോ. ഒന്ന് ക്ഷമിച്ചേക്കണേ. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പറഞ്ഞും കൂടെ തരണം കേട്ടോ. അങ്ങനെ ഐക്യയിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നുള്ളിപ്പറക്കി ഞാനിങ്ങനെ നോക്കി. ഇതൊക്കെ ഒരു മെലാമിൻ്റെ അല്ല കേട്ടോ, സെറാമിക്കിൻ്റെ കപ്പുകളും ബൗളുകളും സാലഡ്സും കറികളൊക്കെ എടുത്ത് വയ്ക്കാൻ പറ്റുന്ന ബൗൾസാണ്. ഇത് ലാമ്പുകളുടെ സെക്ഷനാണ്. പല റേറ്റാട്ടോ ഇതിന് വരുന്നത്. അവിടെ കാണുന്ന 39 ദിർഹം അല്ല. ഇതും ഡ്രസ്സുകളിലെ പൊടികൾ നീക്കം ചെയ്യുന്ന ലിൻ റിമൂവറാണേ. ഇതിനും 8 ദിർഹമാണ് വരുന്നത്. ഇത് പിന്നെ ജ്വല്ലറി ബോക്സായിട്ടും കോസ്മെറ്റിക് ഐറ്റംസ് അറേഞ്ച് ചെയ്ത് വെക്കാനും ഒക്കെ പറ്റുന്ന ട്രേകളാണ്. പല ടൈപ്പിലുള്ള ട്രേകളുണ്ട്. നമുക്ക് ലിപ്സ്റ്റിക്സ്, ഐലൈനർ, ലിപ് ബാംസ്, എല്ലാ കാര്യങ്ങളും. മേക്കപ്പ് സ്റ്റോറേജാണ്. 35 ദിർഹംസ്, 39 ദിർഹംസ്, അങ്ങനെ പല റേറ്റിൽ ഇത് അവൈലബിൾ ആണ്. പല ഷേപ്പിൽ അവൈലബിൾ ആണ്. നമുക്ക് ഡ്രസ്സിങ് ടേബിളിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു ബോക്സായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്. ഇത് വാൾ ഹാങ്ങേഴ്സാണ്. വാളിൽ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഡ്രസ്സുകളായിട്ടും ഹാൻഡ് ബാഗ്സൊക്കെ തൂക്കിയിടാനായിട്ടുള്ള സാധനങ്ങളാണ്. ഇത് വാഷ്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന ഷാംപൂ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള റാക്കാണേ. പിന്നെ ഇത് മാറ്റുകൾ. ഇതൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നല്ല മാറ്റുകളാണ്, ഒട്ടും സ്ലിപ്പാവാത്ത ടൈപ്പ്, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ. എപ്പോഴും ഐക്യ വന്ന് എനിക്ക് സ്ഥിരമുള്ള പതിവ് ഒന്നും വാങ്ങണ്ട, ചുമ്മാ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് വന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്തേച്ച് ഇറങ്ങത്തുള്ളേ. ഇതാണെങ്കിലേ നമ്മുടെ കർട്ടനൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന കർട്ടൻ ഹോൾഡറാണ് കേട്ടോ, മാഗ്നറ്റിക് ആയിട്ടുള്ളത്. ഇത് കുഞ്ഞു മക്കൾക്കൊക്കെ നമുക്ക് ജ്യൂസൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്ന കുഞ്ഞ് ഗ്ലാസ്സാണ്. ഇത് ഗ്ലാസ് അല്ല, ശരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ പ്രോഡക്റ്റാണ് കേട്ടോ. താഴെ വീണ പെട്ടെന്നൊന്നും പൊട്ടാത്ത, കുഞ്ഞുമക്കൾക്ക് ഈസി ആയിട്ട് കൈ കൊടുക്കുക, എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, അങ്ങനത്തെ സാധനങ്ങളാണേ. ഇത് കുഞ്ഞ് ബൗൾസൊക്കെയാണ്, സെറാമിക്കിൻ്റെ. ഇതും എനിക്ക് നല്ല വർത്തായിട്ട് തോന്നിയായിരുന്നു. നല്ല ഭംഗിയുള്ള ബൗളുകളാണ്. സാലഡ്സും കറികളും ഒക്കെ എടുത്ത് വയ്ക്കാൻ പറ്റുന്ന നല്ല അത്യാവശ്യം വലിപ്പമുള്ള. ഇത് ചെറിയ ഐസ്ക്രീം ബൗൾസ് പോലത്തെ, അതും സെറാമിക്കിൻ്റെ ആണ്. നല്ല ഭംഗിയുള്ള സാധനങ്ങളാട്ടോ. ഇത് കോഫി മഗ്, അടിപൊളി ഡിസൈനാട്ടോ. ഞാനിത് കണ്ട് കുറേ നേരം അവിടെ നിന്നു. കോഫി എടുക്കാനും സൂപ്പ് എടുക്കാനും ഒക്കെ പറ്റുന്ന പോലത്തെ വലിയ ബൗൾസ്. ഇത് പിന്നെ കണ്ടെയ്നർ ബോക്സാണേ. കണ്ടെയ്നർ ബൗൾ നമുക്ക് ഉപ്പ് ഭരണിയൊക്കെ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള, ടേബിളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോലത്തെ നല്ല രസമുള്ള ബോട്ടിൽ ജാറാണ്. വിത്ത് കോർക്കോട് കൂടി വരുന്നത്. അതിനൊരു 18 ദിർഹം റേറ്റ് വരുന്നുണ്ട് ഒരു പീസിന് കേട്ടോ. ഇത് സ്പൂൺസ്, കട്ട്ലറിയൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ബേസസ് ആണ്. ഇതും നല്ല വർക്ക്ഫുള്ളായിട്ടുള്ള സാധനം കേട്ടോ. ഇത് നമ്മുടെ അരിപ്പയാണ്. മാവൊക്കെ അരിച്ചെടുക്കത്തില്ലേ, നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്കും അല്ലാതെ വീട്ടിൽ പൊടിച്ച് യൂസ് ചെയ്യുന്നവർക്കൊക്കെ അരിക്കാൻ പറ്റുന്ന നല്ലൊരു അരിപ്പയാട്ടോ. ഇത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു കേട്ടോ. 13 ദിർഹമാണ് അതിന് റേറ്റ് വരുന്നത്. ഇത് സാലഡ്സ്, ലീഫുകളൊക്കെ നമുക്ക് വാഷ് ചെയ്തിട്ട് വാട്ടർ റിമൂവ് ചെയ്യേണ്ട സാധനമാണ്. നൈഫ്, സിസേഴ്സ്, ബൗൾസ്, അങ്ങനെയൊന്നും വേണ്ട ഒരുപാട് സാധനങ്ങളുടെ ഒരു കമനീയ ശേഖരണം എന്നൊക്കെ പറയത്തില്ലേ, അയ്യോ ഒന്നും പറയണ്ട, നല്ല രസമാട്ടോ. അങ്ങനെ നുള്ളിപ്പറക്കി കുറേ സാധനങ്ങളും വാങ്ങിച്ച് ഞങ്ങൾ ഐക്യെന്ന് ഒരു ഐസ്ക്രീമും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ കുറേ നാൾക്ക് ശേഷമുള്ള ഐക്യ ടൂർ ഞാൻ അങ്ങ് സഫലമാക്കി. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും തരണം കേട്ടോ.